ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ കൊത്തിട്ട് വെച്ച ഒരു നാടൻ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇനി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി ഒരു അരക്കഷ്ണം ചെറുതായി മുറിച്ച് വെച്ചത്, പിന്നെ ഒന്നോ രണ്ടോ ഉള്ളി, കുറച്ച് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം ആവശ്യത്തിനായിട്ട് നിങ്ങൾ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് എടുക്കാം. പിന്നെ ഒരു 2-3 മുളക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചത്, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. പിന്നെ മസാല ഐറ്റംസ് പറയുന്നത് കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ആവശ്യമുണ്ട്. പിന്നെ നല്ല വെളിച്ചെണ്ണ, പിന്നെ തേങ്ങാക്കൊത്ത്. ഇത് അരമുറി തേങ്ങയാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ബീഫ്. നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കണം. അതാണ് ഒരു അമ്മ എടുത്തത്. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, 2-3 കഷ്ണം മുളകും ഇട്ടിട്ട് നന്നായി നമുക്കിത് വേറൊരു കപ്പിലോട്ട് മാറ്റി വെക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആ ഉള്ളിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാലയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മെയിനായിട്ടായ ബീഫും കൂടെ ചേർത്ത് മസാല വെച്ച് ഇവനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുക. ബീഫായതുകൊണ്ട് നല്ല വേവുള്ളൊരു മാംസമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് അടച്ച് വെച്ചോ അല്ല പ്രഷർ കുക്കറിലിട്ട് ചെയ്താലും മതി. എന്നിട്ട് ബീഫ് കുക്കായതിന് ശേഷം ഇതിലോട്ട് നമ്മൾ തേങ്ങ കൊത്തുകൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അത് അങ്ങനെ കിടന്നോട്ടെ അവിടെ. അപ്പം നമ്മുടെ ആൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.